നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ധനിഷ്ഠ അഥവാ അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ്. മകരം രാശിയിലും അതുപോലെ തന്നെ കുംഭൻ രാശിയിലുമായി പകുതി കിടക്കുന്ന ചൊവ്വയുടെ നക്ഷത്രമാണ് അവിട്ടം അഥവാ ധനിഷ്ഠ എന്ന് പറയുന്നത്. ദ സ്റ്റാർ ഓഫ് സിംഫണി എന്നാണ് ഈ നക്ഷത്രത്തെ അറിയപ്പെടുന്നത്. സമ്പത്തിൻ്റെ നക്ഷത്രം, ധനം ഇഷ്ടപ്പെടുന്ന നക്ഷത്രം. ഇവർക്ക് ജന്മന സംഘടന പാടവം ഉണ്ടായിരിക്കും. സമ്പത്ത് നേടാനുള്ള കഴിവ് ഉണ്ടാവും. സംഗീതം, കല എന്നിവയോട് താല്പര്യമുണ്ടായിരിക്കും. സമ്പത്തും സമൃദ്ധിയും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെയൊക്കെ ദേവതയായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ ആശ്രിത വത്സലന്മാരായ അഷ്ടാവസുക്കളാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. ഇതിവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം വസുക്കളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പണ്ട് വസിഷ്ഠൻ്റെ നിന്ന് ശാപം കിട്ടിയ വസുക്കളുടെ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതിലൊരു വസുവാണ് പിന്നീട് ഭീഷ്മരായിട്ട് വരുന്നത്. അപ്പോൾ ആ കഥ നോക്കുമ്പം ശാപം കിട്ടാതിരിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നക്ഷത്രത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാം. സമ്പത്തിൻ്റെ നക്ഷത്രമായിരിക്കുന്ന ധനിഷ്ഠ അഥവാ അവിട്ട നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവിട്ടം നക്ഷത്രം, ഇതിൻ്റെ ഭോജ്യവസ്തു, നക്ഷത്ര പൂജയ്ക്ക് ഇതിൻ്റെ ഭോജ്യവസ്തു ഇലക്കറികളും അഷ്ടാവസുക്കളാണ് ഇതിൻ്റെ ദേവത. സിംഹം ആണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം എന്നുള്ളത് കൊണ്ട് തന്നെ ലീഡർഷിപ്പും ഈഗോയും ഇച്ചിരി കൂടുതലായിരിക്കും. രാജകീയ സ്വഭാവവും പ്രൗഢിയും ഇവർക്കുണ്ടാവും. വസുക്കളാണ് ദേവത. അതുപോലെ തന്നെ മയിലാണ് ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി. അസുര ഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. സിംഹം മൃഗമാവുകയും അസുര ഗണത്തിൽപ്പെട്ട നക്ഷത്രമാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ബലം ഉണ്ടാവും, മനസ്സിന് നല്ല ബലം ഉണ്ടാവും. പക്ഷേ സ്ത്രീ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇമോഷണലി പലപ്പോഴും വീക്കായി പോവുകയും ചെയ്യും. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണം ഇവർ പലപ്പോഴും വീക്കായി പോവുകയും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം സ്ത്രീ സ്വഭാവം ധാരാളമുള്ള, ഇമോഷണലി അതായത് ഫിമെയിൽ ക്വാളിറ്റി ഒരുപാടുള്ള ഒരു നക്ഷത്രവും കൂടിയാണ് അവിട്ടം എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രം മധ്യമാചാരിയാണ്, മൃദംഗാകാരമാണ്, ഊർധ്വമുഖമാണ്, ഐശ്വര്യമുള്ള നക്ഷത്രമാണ്. മുഹൂർത്തത്തിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന, ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നക്ഷത്രമാണ്. അതുപോലെ തന്നെ ചരചലനമായിട്ടുള്ള നക്ഷത്രവുമാണ് അവിട്ടം. അവിട്ടം നക്ഷത്രം ശുഭമായിട്ടുള്ളൊരു നക്ഷത്രമാണ്, ഐശ്വര്യമുള്ളൊരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ആകാശഭൂതത്തിൽ പെടുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ സംഖ്യ 4ആണ്. 4 പൊതുവെ രാഹുവിൻ്റെ സംഖ്യയാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും 4ആണ് ഈ നക്ഷത്രത്തിൻ്റെ സംഖ്യ. ഇതിൻ്റെ വിഷക്കടി എന്ന് പറയുന്നത് 10 നാഴിക മുതൽ 14 നാഴിക വരെയും, ഇതിൻ്റെ ഉഷ്ണശിഖ എന്ന് പറയുന്നത് 1 നാഴിക മുതൽ 8 നാഴികയും, 34 നാഴിക മുതൽ 38 നാഴിക വരെയാണ് ഈ നക്ഷത്രത്തിൻ്റെ അമൃതകടി കിടക്കുന്നത്. ഇനി നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നോക്കാം. മകരം രാശിയിൽ പകുതി വരുന്നു, കുംഭൻ രാശിയിൽ പകുതി വരുന്ന നക്ഷത്രം. പിന്നെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ദേവത അഷ്ടാവസുക്കളാണ്. 2 രാശിയുടെയും അധിപൻ, കുംഭത്തിൻ്റെയും മകരത്തിൻ്റെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ നക്ഷത്രത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇത് രണ്ടും ഇച്ചിരി ഡേഞ്ചർ പ്ലാനറ്റാണ്. ഒന്ന് മടിയാണെങ്കിൽ ഒന്ന് അക്രമമാണ്. അക്രമവും മടിയും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സ്വഭാവമാണ്. ശനിയുടെയും ചൊവ്വയുടെയും ഒരുപാട് ക്വാളിറ്റികൾ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇവരുടെ സ്വഭാവ സവിശേഷതകളിലെ പോസിറ്റീവ് കാര്യങ്ങൾ, ഗുഡ് എഫക്ട്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, ധനിഷ്ഠ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സമ്പത്തും ഐശ്വര്യവും അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളതാണ്. പണം സമ്പാദിക്കാനും അതിൽ നിലനിർത്താനും അതിനെ
നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും കുറച്ചൊക്കെ ലാവിഷായിട്ടത് ചിലവാക്കാനും അത് ഉപയോഗിക്കാനും ഭംഗിയായിട്ട് നടക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ. അവിട്ടം നക്ഷത്രക്കാർ തവിട്ടിലും നേടും എന്നൊക്കെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. എനിക്കറിയാവുന്ന ഔട്ടക്കാർക്കെല്ലാം അത്യാവശ്യം ദൈവം അനുഗ്രഹിച്ച് സമ്പത്തും ഐശ്വര്യവും ഉള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജാതകത്തിൽ വ്യാഴവും അത്യാവശ്യം നല്ല ഭാവാധീന്മാരൊക്കെ നല്ല ബലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നത് തന്നെ അങ്ങ് ഉറപ്പിക്കാം. രണ്ടാമത്തത് സംഗീതത്തിലും കലയിലും അല്ലെങ്കിൽ സ്പോർട്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യം വരിക എന്നുള്ളതാണ്. ഈ അഷ്ടാവസുക്കളുടെ സ്വാധീനവും അതുപോലെ തന്നെ സിംഹം മൃഗമാവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടും ഈ നക്ഷത്രത്തിന് സ്പോർട്സിനോടും ഒക്കെ ഒരു താല്പര്യം വരും. അതല്ലെങ്കിൽ മൃദംഗമാണ് ഇതിൻ്റെ ഒരു ചിഹ്നം. അപ്പോൾ വാദ്യോപകരണത്തിൻ്റെ ഡ്രമ്മ്, മൃദംഗം, ഉടുക്ക് ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിൻ്റെ ചിഹ്നത്തെ പറയുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും ഒരു വാദ്യോപകരണം, അസുരവാദ്യങ്ങളാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അസുരവാദ്യമായാലും ദേവവാദ്യമായാലും ഒരു വാദ്യോപകരണം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് സംഗീതം, നൃത്തം, താളം എന്നിവയോട് ജന്മസിദ്ധമായിട്ടുള്ളൊരു വാസന ഉണ്ടാവും എന്നുള്ളതാണ്. നല്ല കലാ ആസ്വാദകരായിരിക്കും, നല്ല സൗന്ദര്യ ആസ്വാദകരായിരിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതേപോലെ ഗെയിമുകളിലൂടെ, അതായത് ഈ നമുക്കറിയാത്ത ഒരുപാട് ഓട്ടം ചാട്ടം ഇത്യാദി വിഷയങ്ങളോടും ഒക്കെ ഒരു താല്പര്യമുള്ളവരായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന്, കലയോടല്ല സ്പോർട്സിനോട് ഇതേതെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേതൃത്വ പാഠവും ധൈര്യവുമാണ് അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്. ചൊവ്വയുടെ സ്വാധീനം ഇവരെ വളരെ ധൈര്യശാലികളാക്കുകയും ഊർജ്ജസ്വലരാക്കുകയും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ആളുകളെ നയിക്കാനും സ്വാധീനിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംഘടനാശേഷി എന്നുള്ളതാണ് അടുത്തത്. ഇവർക്ക് മികച്ച ഒരു സംഘടനാ പാഠവം ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് വലിയ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ വലിയ വലിയ ആശയങ്ങൾ കേട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ വലിയ കഴിവുള്ളവരായിരിക്കും. വലിയ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യാനും അത് സക്സസ് ആക്കി എടുക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് അവിട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഉദാര മനസ്കതയാണ് ഇവരുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഭൗതിക വിഷയങ്ങളോടൊക്കെ നല്ല താല്പര്യം കാണും. ധനത്തോടായാലും വീടിനോടായാലും ചുറ്റുപാടുകളോടായാലും ഒക്കെ നല്ല താല്പര്യമുണ്ടെങ്കിലും, പണത്തോടൊക്കെ നല്ല താല്പര്യമുണ്ടെങ്കിലും ഇവർ പൊതുവെ ഉദാര മനസ്കരും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമൊക്കെ ആയിരിക്കും. ഇവർക്കിഷ്ടമുള്ളവരെ, എല്ലാവരെയല്ല, ഇവർക്കിഷ്ടമുള്ളവരെയൊക്കെ ഇവർക്ക് സഹായിക്കണം, അങ്ങനെ സഹായം ചെയ്തു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ലക്ഷറിയോടൊക്കെ നല്ല താല്പര്യമായിരിക്കും. അവിട്ടക്കാർക്ക് പൊതുവെ ലക്ഷറി ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ നന്നായി ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. സന്തോഷമായിട്ടിരിക്കും. ഭൗതിക വിഷയങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് എന്നുള്ളതാണ്. ആ നക്ഷത്ര സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്ടമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതൊരു തെറ്റൊന്നുമല്ല, നല്ല കാര്യം തന്നെ. അത് അവരുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്താണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ പണത്തോടും, പണമുണ്ടാക്കാനും അത് ചിലവാക്കാനും നന്നായിട്ട് നടക്കാനും ലക്ഷറി കാര്യങ്ങളൊക്കെ ചെയ്യാനും താല്പര്യപ്പെടുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഉദാര മനസ്ഥിതി അവർക്കുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് വലിയ കാര്യമല്ലേ, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതും ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ബാഡ് എഫക്ട്സ് ആൻഡ് ചലഞ്ചസ് നോക്കാം. നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, മോശം കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ചൊവ്വ അഥവാ കുജൻ പ്ലസ് മന്ദൻ അഥവാ ശനി, ഇവരുടെ രണ്ടു പേരുടെയും സ്വഭാവം ഒരുമിച്ച് വരുന്നതിനാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്കോ അഹങ്കാരത്തിലേക്കോ ഇവരെ നയിച്ചേക്കാം. എല്ലാം എനിക്കറിയാം എന്നുള്ളത് കടുത്ത ഈഗോ, അഗ്നിമാരുതമാണ് ഈ ചൊവ്വ ശനി ബന്ധം എന്ന് പറയുന്നത്. അപ്പം
ഞാനെന്ന ഭാവം, എനിക്കെല്ലാം അറിയാം, നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ശീലം, അമിതമായിട്ടുള്ള വികാര പ്രകടനങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഇവരുടെ ഒരു രീതി, ഇവരെ ഇടിച്ചും വഴക്കുണ്ടാക്കിയും മത്സരിച്ചുമൊക്കെ ജയിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഞാനാണ് ശരി, അമ്പട ഞാനേ എന്നുള്ള ഭാവം അങ്ങോട്ട് മാറ്റിവെച്ചില്ലെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാരണം എടുത്തു ചാടി ഉണ്ടാകുന്ന വിഷയങ്ങൾ നിമിത്തം വൻ തിരിച്ചടികൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ദാമ്പത്യ പ്രശ്നമാണ്. ചൊവ്വയുടെ ശക്തമായ സ്വാധീനം ചിലപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളിൽ വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ഇവർക്ക് പലപ്പോഴും കാരണമായേക്കാം. കൂട്ടത്തിൽ ഏഴാം ഭാവാധിപനും ഏഴാം ഭാവവും വീട്ടിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളെല്ലാം കൂടെ പൊളിഞ്ഞ തീർന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പങ്കാളിയുടെ മേൽ ആധിപത്യം ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതോ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കിടയാക്കിയേക്കാം. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാ ആൾക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ജീവിതത്തിൽ. എല്ലാം തികഞ്ഞവരെല്ലാം പിന്നെ ഭൂമിയിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കും ഒരുപാട് കുറവുണ്ടാവും, അപ്പുറത്ത് നിൽക്കുന്നവർക്കും കുറവുണ്ടാവും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ചൊവ്വയുടെ സ്ഥാനം പറയുന്നത് തന്നെ യുദ്ധക്കളത്തിലെ യോദ്ധാവാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് ഒരു യുദ്ധക്കളത്തിലെ യോദ്ധാവിൻ്റെ അവസ്ഥ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ജീവിത പങ്കാളിയുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അടിച്ചേൽപ്പിക്കൽ, വഴക്കുകൾ, രീതികൾ എല്ലാം തന്നെ പങ്കാളിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പം അത് പരമാവധി ഇങ്ങനൊരു ദോഷമുണ്ടെങ്കിൽ അത് പരമാവധി മാറ്റി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേഗതയും ക്ഷമയില്ലായ്മയും ദേഷ്യവുമാണ്. ക്ഷമ കുറവായിരിക്കും, അക്ഷമയായിരിക്കും, അല്ല അക്ഷമനായിരിക്കും. കാര്യങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. നന്നായി ഒന്ന് ചൊറിഞ്ഞാൽ പിന്നെ ഭയങ്കര അവർക്കതൊന്ന് പറഞ്ഞ് തീർക്കുന്നിടം വരെ, അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നിടം വരെ ആ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഉള്ളിൽ കാണും ഇവർക്ക്. ബേസിക്കലി നല്ല ആൾക്കാരാണ്, ഒരുപാട് നല്ല ഗുണങ്ങളുള്ളവരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്ഷമയില്ലായ്മ, ദേഷ്യം, അമിതമായിട്ടുള്ള എടുത്തിയാട്ടം, ഓവർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഭൗതികതയോടുള്ള അമിതമായിട്ടുള്ള ആസക്തി, പലപ്പോഴും സമ്പത്ത് നേടാനുള്ള കഴിവ് ഇവരെ ഭൗതികവാദികളാക്കി മാറ്റിയേക്കാം. പലപ്പോഴും ഇവർ വിവാഹമൊക്കെ കഴിക്കുന്നത് പോലും സമ്പത്തും ഫ്യൂച്ചറിൽ എങ്ങനെ സെറ്റിലാകാം എന്നുള്ള പ്ലാനിലാണ്. എന്നോടൊരിക്കൽ വിളിച്ച് ഒരാൾ കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ചോദിച്ചാണ്, സാർ ഈ കുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇന്നിടത്ത് പോയി ഇന്ന കാര്യങ്ങൾ ചെയ്ത് സെറ്റിലാകാൻ പറ്റും, ഇവർക്കൊരു ജോലി കിട്ടിയാൽ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമോ, ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ഫുൾ പ്ലാനിങ് ആണ്, അടുത്തൊരു 10 വർഷത്തേക്കുള്ള പ്ലാൻ ചെയ്തിട്ട്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് പറയേണ്ട മറുപടി പറഞ്ഞു. അതിവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു. പക്ഷേ അപ്പം ഞാനത് നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭൗതികതയോടുള്ള അമിതമായ ആസക്തി, ഈ പ്ലാനിങ്ങും ഇതിനനുസരിച്ച് കുടുംബജീവിതം കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം വരികയും ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഈ അഭിപ്രായമായിട്ടോ ഇവരുടെ രീതികളുമായിട്ടോ ചേരാത്ത ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പ്ലാനിങ് എല്ലാം അങ്ങ് പൊളിയും. കല്യാണം കഴിക്കുന്നതിന് ഒരു വെൽ പ്ലാനിങ്ങിലായിരിക്കും. അപ്പോൾ ആ പ്ലാനിങ് ഇല്ലാതെ, ആ പ്ലാനിങ്ങുമായിട്ട് ചേരാത്ത രീതിയിൽ ഒരാളെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ പരാജയപ്പെടും. എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല, പക്ഷേ ചിലയിടത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഭൗതികതയോടുള്ള ഈ അമിതമായ ആസക്തിയും ഈ പ്ലാനിങ്ങും പണത്തിനോടും മെറ്റീരിയൽ കാര്യങ്ങളോടുമുള്ള ഈ ആസക്തിയൊക്കെ കാരണം, അല്ലെങ്കിൽ അതിന് അമിതമായ പ്രാധാന്യം നൽകുന്ന കാരണം ബന്ധങ്ങളിൽ ഒരുപാട് വിള്ളൽ വീഴുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റുക എന്നുള്ളതാണ്. അടുത്തത് ഇവർക്കുള്ള ഒരു ലോക്ക് എന്ന് പറയുന്ന അഷ്ടാവസ്തുക്കളുടെ സ്വാധീനം ഈ നക്ഷത്രത്തിനുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ
എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഇവർക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇതൊരു അമിത ഭാരമായിട്ട് ചിലപ്പോൾ ജീവിതത്തിൽ തോന്നിയേക്കാം. ഒഴിഞ്ഞു മാറാനാവാത്ത ഉത്തരവാദിത്തങ്ങളിൽ കിടന്ന് ഞെരുങ്ങി ജീവിതം പോകുന്നു എന്നുള്ളൊരു തോന്നൽ വരാം. ഇത്രയൊക്കെയാണ് ദോഷഫലങ്ങൾ. അപ്പോൾ ഗുണഫലങ്ങൾ ഞാൻ കുറേ പറഞ്ഞു, ദോഷഫലങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് കർമ്മപരമായിട്ടുള്ള പാഠങ്ങൾ, കാർമിക് ലെസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേണ്ടേ? അതുകൂടെ നോക്കി നമുക്ക് ക്ഷേത്രങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. എന്താ അവിട്ടം നക്ഷത്രത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് മൃദംഗം അല്ലെങ്കിൽ ഉടുക്കാണ്, അല്ലേ? ജീവിതത്തിൻ്റെ താളം കണ്ടെത്തുക എന്നൊരു ലക്ഷ്യത്തെ ബേസ് ചെയ്തായിരിക്കും ഋഷിമാർ ആ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ഫൈൻഡിങ് ലൈഫ് സ്മൃതം, ജീവിതത്തിൻ്റെ താളം കണ്ടെത്തുക എന്നുള്ളത്. കാരണം ചുമ്മാതിട്ട് ടക്ക് 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 അടിച്ചു കഴിഞ്ഞാൽ ഒരു താളം കിട്ടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു പാറ്റേണിൽ അടിക്കണം. അതിനൊരു ഇപ്പോൾ ഒരു 4/4-ലാണെങ്കിലും ഒരു 6/8-ലാണെങ്കിലും ഒരു 7/8-ലൊക്കെ ആണെങ്കിലും നമ്മൾ റിതം ഫിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ആ താളത്തിൽ അടിച്ചാലേ അത് ആ ഒരു കേൾക്കാൻ സുഖം. അല്ല ചുമ്മാതെ ഒരു താളമുണ്ട് അതിന്. അപ്പം ആ ഒരു സംഗീതത്തിന് ആ ഒരു താളമുള്ളതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ കർമ്മപരമായ ദൗത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ശരിയായ താളം കണ്ടെത്തുക എന്നുള്ളതാണ്. ഭൗതിക ജീവിതമാകുന്ന പണം, ജോലി എന്നിവ കൊണ്ടുപോകുന്നതിനോടൊപ്പം അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തുന്നതിനോടൊപ്പം ആത്മീയ ജീവിതം, ഉള്ളിലെ സ്പിരിച്വാലിറ്റിക്കും ഉള്ളിലെ ആത്മാവിന് സന്തോഷം നൽകുന്ന ജീവിതം, സമാധാനം കിട്ടുന്ന ജീവിതം, അതിനുവേണ്ടി കല, ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ, സമാധാനം തരുന്ന പ്രകൃതിയോടെ ഇണങ്ങുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇതൊക്കെയും ഇത് തമ്മിലുള്ളൊരു സന്തുലിതാവസ്ഥ, ബാലൻസ്, ഇക്വിലിബ്രിയം എന്ന് പറയും, അതിവർ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് കണ്ടെത്തിയാൽ ജീവിതം അവിട്ടക്കാർക്ക് ഭയങ്കര സമാധാനപൂർണ്ണമായിരിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സൈഡിൽ മാത്രം, ഭൗതികതയിൽ മാത്രമോ സ്പിരിച്വാലിറ്റിയിൽ മാത്രമോ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഇവർ ഊന്നിപ്പോയാൽ ഇവരുടെ ജീവിതം അവതാളത്തിലാവും എന്നുള്ളതാണ്. താളം തെറ്റിയ പോലെ ആകും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇവരുടെ ഒരു വലിയ ക്വാളിറ്റിയും ഇവർ ചെയ്യേണ്ട ഒരു കാര്യവും അങ്ങനെ ചെയ്യുന്നവർ രക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. സമ്പത്ത് പങ്കുവെക്കുക, ഷെയറിങ് ദ വെൽത്ത്. അഷ്ടാവസുക്കൾ ഐശ്വര്യത്തിൻ്റെ ദേവതയാണല്ലോ, അല്ലേ? അതിനാൽ സമ്പത്ത് നേടാനുള്ള കഴിവ് തമ്പുരാൻ അനുഗ്രഹിച്ച് ഇവർക്കുണ്ടാവും. അത് ജന്മസിദ്ധമായിട്ട് ആ സോളിനുള്ളൊരു അനുഗ്രഹമാണ്, അങ്ങനെയും പറയാം നമുക്കതിനെ. എന്നാൽ ആ സമ്പത്ത് തങ്ങളുടെ ലക്ഷറി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയോ ഒക്കെ നന്മയ്ക്കായി വേണ്ടി അർഹതയുള്ളവർക്കും കൂടി പങ്കുവെക്കുക എന്നുള്ളത് ഇവരുടെ കർമ്മപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഉള്ളത് ആൾക്കാർക്ക് കൊടുക്കാനോടുള്ള അർഹതയുള്ളവർക്ക് ചുമ്മാ ഒരാൾക്ക് കൊണ്ട് കൊടുക്കരുത്. അപ്പം ഇതിപ്പം അന്നം ദാനം കൊടുക്കുക, 3 നേരം വെട്ടി വിഴുങ്ങുന്ന ഒരാൾക്ക് അന്നദാനം കൊടുത്തിട്ട് കാര്യമില്ല, അന്നമില്ലാത്തവർക്ക് കൊടുക്കണം. അതുപോലെ ബുദ്ധിമുട്ടുന്നവർക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് കേട്ടോ. അങ്ങനെ സമ്പത്ത് ഇവരിലൂടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒഴുകിയെത്തുക എന്നുള്ളത് ധനിഷ്ഠ നക്ഷത്രത്തിൻ്റെ ഒരു യോഗമാണ്. അപ്പം പലപ്പോഴും പല സംഘടനാ പ്രവർത്തനങ്ങളിലും ധനം ഒഴുകി വരുന്നത് ഇവരിലൂടെ ആയിരിക്കുമെന്ന് അനുഭവമുണ്ട്. എനിക്കും പേഴ്സണലി അനുഭവമുണ്ട്. അതുകൊണ്ട് പറയാം, നല്ല ഐശ്വര്യമുള്ളവരാണ്. നമുക്ക് അനുഗ്രഹിച്ച് തന്നാൽ നമ്മുടെ കൂടെ ഇവരുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളൊരു കഴിവ്, ക്രിയേറ്റിംഗ് ഫ്രം എംപ്റ്റിനെസ്, ഇവർക്കൊരു കഴിവുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ളൊരു കഴിവ് മൃദംഗത്തിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടെങ്കിൽ അതിനുള്ളിലൊരു ഹോളോയാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു വാദ്യോപകരണത്തിൻ്റെ ഉൾഭാഗം എപ്പോഴും ഒരു ഹോളോയാണ്.
ഈ ഹോളോയുടെ ഇരുവശത്തിലുള്ള ആ തോലിൽ നിന്നുമാണ്, അല്ലെ ആ സൈഡിൽ നിന്നുമാണ്, ഏത് വാദ്യോപകരണത്തിൻ്റെയും നിന്നുമാണ് അതിമനോഹരമായിട്ടുള്ള നാദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിമനോഹരമായ നാദം പുറന്തോടിൽ നിന്നും ഉണ്ടാവുന്ന സമയത്ത് ഉള്ളിലെ എംപ്റ്റിനെസ് ഇവർ തിരിച്ചറിയണം, ഉള്ളിലെ ശൂന്യത ഇവർ തിരിച്ചറിയണം എന്നുള്ളതാണ്. ആ ആത്മീയപരമായിട്ടുള്ള ആ ഉള്ളിലെ തിരിച്ചറിവിൽ നിന്നുമാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാവുന്നത്. അത് ഭൗതികപരമായിട്ടാവാം, സമ്പത്തോ അറിവുകളോ സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ആവാം, ഇല്ലെങ്കിൽ കല അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആവാം. അതെന്തായാലും നോക്കുക. അപ്പോൾ ആ ക്രിയേറ്റിംഗ് ഫ്രം എംപ്റ്റിനെസ് എന്നുള്ളത്, ആ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ആന്തരിക തലത്തിൽ നിന്നും ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഭൗതികരമായിട്ടുള്ളത് ഫ്ലറിഷായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പം, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിലേക്കൊന്ന് നോക്കുക കേട്ടോ, പ്ലീസ്. നോക്കിയാൽ കുറച്ച് നേരം നമ്മുടെ കൂടെ ഇരുന്നാൽ എല്ലാ അറിവുകളും തൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് മനസ്സിലായാൽ, ഉള്ളിലെ സുഖം സ്വസ്ഥത കണ്ടെത്താൻ തുടങ്ങിയാൽ, പിന്നെ ഈ ലക്ഷറി, ഇന്നർ ലക്ഷറിക്ക് വേണ്ടി ഇവർ വർക്ക് ചെയ്യും. ഇവർ ഇന്നർ ലക്ഷറിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഇവരതിൻ്റെ ഹയർ ലെവലിലേക്ക് എത്തിയാലുണ്ടല്ലോ, എത്രയോ മനുഷ്യർക്ക് ഗുണമാകുമെന്നറിയോ. അത്ര പവർഫുള്ളായിട്ടുള്ള ചില ആൾക്കാരെ ഞാൻ അവിട്ട നക്ഷത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിട്ട നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇനി നമുക്ക് ഔട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ക്ഷേത്രങ്ങളും ഔട്ട നക്ഷത്രത്തിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് നോക്കാം. എന്താ, മകരം രാശി 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ കുംഭൻ രാശി 6 ഡിഗ്രി 40 മിനിറ്റ് വരെ വിരിഞ്ഞു കിടക്കുന്ന ഈ നക്ഷത്രം 23ാമത്തെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മുതുകിലുണ്ടാവുന്ന നീര് തുടങ്ങിയവ, കുനിയുന്നതിനും മറ്റുമുള്ള പ്രയാസങ്ങൾ, നടുവിനോ പുറത്തോ ഒക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ. 6ാം ഭാവാധിപൻ ഈ നക്ഷത്രത്തിലേക്ക്, ചൊവ്വയോ ശനിയോ ഇവിടെ നിൽക്കുക, ചന്ദ്രൻ നിൽക്കുക, അതുപോലെ തന്നെ ലഗ്നാധിപൻ ഈ നക്ഷത്രത്തിൽ നിൽക്കുക, ലഗ്നം ഈ നക്ഷത്രത്തിൽ വീഴുക, 6ാം ഭാവാധിപൻ ഈ നക്ഷത്രത്തിൽ പോവുക, ഒക്കെ വരുമ്പം ഈ അസുഖങ്ങൾ വരാമേ. കുനിയുന്നതിനും മറ്റുമുള്ള പ്രയാസങ്ങൾ, നട്ടെല്ലിൻ്റെ കശേരുക്കളിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ, കാൽമുട്ടിലുണ്ടാവുന്ന രോഗങ്ങൾ, എല്ലിലെ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, വരട്ടുചുമ പോലുള്ള കാര്യങ്ങൾ, സംസാരത്തിലുള്ള വിക്ക്, ഭയം കയറുമ്പം സംസാരിക്കാനുള്ള പാട്, അംഗവൈകല്യങ്ങൾ വരുത്തുന്ന രോഗങ്ങൾ, കാലൊടിയുക മുതലായ അസ്വാസ്ഥ്യം, നട്ടെല്ലിന് കീഴ്ഭാഗത്ത് നടുവിൻ്റെ ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങൾ, കാലിലെ ഞരമ്പ് തടിക്കൽ, കാലിലെ ഞരമ്പ് പിണഞ്ഞൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, രക്തദോഷം, ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, രക്തസമ്മർദ്ദം, മോഹാലസ്യം, ബോധക്കേട്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ, ധർമ്മദേവതാ കോപം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ, ബാധാരോഗങ്ങൾ, സർപ്പശാപം, സർപ്പതാപം, കോപം എന്നിവ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ, യക്ഷഗന്ധർവ കിന്നര പൈശാച ഭൂതപ്രേത രാക്ഷസാദികളിൽ നിന്നുണ്ടാവുന്ന ബാധാകൃത്യ രോഗങ്ങൾ, മനോരോഗങ്ങളായതൊക്കെ കേട്ടോ. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, നമുക്ക് അതിനെക്കുറിച്ചൊരു വിശദമായിട്ട് പറയാം. സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൻ്റെ ഒരിതും, അതുപോലെ തന്നെ പ്രാചീനമായിട്ട് പറഞ്ഞിട്ടുള്ള സറ്റിൽ ഇൻഫ്ലുവൻസസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാതെ. പിന്നെ ക്ഷുദ്രാഭിചാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ ദാമ്പത്യ ദുരിതം കൊണ്ട് വിഷം സഹിക്കാൻ വയ്യാതെ, ഹാൻഡിൽ ചെയ്യാൻ വയ്യാതെ ഉണ്ടാവുന്ന രോഗങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന. ഏകദേശം 10-24 രോഗങ്ങൾ പല ഗ്രന്ഥങ്ങളിലായിട്ട് കൊടുത്തത് ഞാൻ എടുത്ത് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അവിട്ടം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ, ശ്രീഭൈരവിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ നക്ഷത്രവും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ അടുത്തറിയാം ഇവരുടെ. അത് അയാൾ മാത്രമല്ല, പലരുടെയും പല അവിട്ടക്കാരുടെ ഒരുമിച്ച് ചേർത്ത് വെച്ചുള്ളൊരു വായനയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന പല അസുഖങ്ങളും അവർക്ക് വന്നിട്ടുണ്ടെന്നുള്ളതും ഒരു അത്ഭുതവുമാണ്.
ഈ നക്ഷത്രത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെയും കൂടെ ഒരു കാര്യമാണ്. അപ്പം നമുക്ക് നക്ഷത്ര ക്ഷേത്രം നോക്കാം. ധനിഷ്ഠ നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ക്ഷേത്രം അതിമനോഹരമായ ക്ഷേത്രമാണ് ഉജ്ജയിനിലുള്ള മഹാകാലേശ്വർ ക്ഷേത്രം. മധ്യപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൃദം പ്രോസ്പെരിറ്റി ഒക്കെ അല്ലേ ഈ നക്ഷത്രത്തിൻ്റെ ഇത്. ഇപ്പം മഹാകാലേശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾ കലയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉജ്ജയിൻ ഒരു വിശേഷ ക്ഷേത്രമാണ്. അപ്പോൾ അത് മഹാകാലേശ്വര ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ബെർത്ത് സ്റ്റാർ ടെമ്പിള് തമിഴ്നാട്ടിലുള്ളത് പുഷ്പവല്ലി അമ്മയും ശ്രീ ബ്രഹ്മജ്ഞാന പുരുഷേശ്വര സ്വാമിയും കൂടിയുള്ള കുംഭകോണത്തിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. കുംഭകോണത്ത് നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ. നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് പോവുക. അപ്പം ഉജ്ജയിനിയിലെ മഹാകാലേശ്വരും പുഷ്പവല്ലി ദേവിയും അതുപോലെ തന്നെ ബ്രഹ്മജ്ഞാന പുരുഷേശ്വര സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒരുപാട് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ അതെല്ലാം തന്ന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് ജീവിക്കുക, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തത് ചതയ നക്ഷത്രമാണ്. രാഹുവിൻ്റെ നക്ഷത്രം അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.